അപ്പോൾ SCERT എക്കണോമിക്സിലെ പുതിയ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ടുള്ള ചാപ്റ്ററാണ് നമുക്കിനി നോക്കാനുള്ളത്. പഴയ SCERTയിലെ 7ാം ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു, പിന്നെ 6ാം ക്ലാസ്സിൽ നോക്കിയായിരുന്നു, 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കിയായിരുന്നു. ഇനി 7ാം ക്ലാസ്സിലാണ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. ഇതിൽ ആദ്യം തന്നെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ആ വീട്ടിലെ കൃഷിയെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കിട്ടുന്ന ഉൽപ്പന്നത്തിൽ നിന്നും അയൽവക്കത്ത് ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗത്തിനായിട്ട് എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ അവർ വഴുതന, കത്തിരി തുടങ്ങിയ പച്ചക്കറികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നിത്യോപയോഗത്തിനുള്ളതാണെന്ന് പറയാം. ഉൽപ്പാദനം മിച്ചം എങ്ങനെ ഉപയോഗിക്കുന്നു അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവർ കൂടുതൽ ഉണ്ടാവുന്നത് അടുത്ത വീട്ടിലുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ ചന്തയിലോ ഒക്കെ കൊടുക്കുന്നു എന്നുള്ളത് കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെ അതും അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്വന്തം ഉൽപ്പാദനത്തിനുള്ള സംഭവം നമുക്ക് ഭക്ഷിക്കാനും പറ്റും. അതുകൂടാതെ പൈസ ലാഭവും ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിന് കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും ക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി. അപ്പോൾ വേട്ടയാടി കഴിഞ്ഞ് പിന്നെ നമ്മൾ കൃഷി ആരംഭിച്ചതിന് ശേഷമാണ് നമുക്ക് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം എന്നിങ്ങനെ സാമൂഹ്യ ജീവിത സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. പിന്നെ ആദ്യം നമ്മൾ കൃഷിക്ക് കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ആദ്യം നമ്മൾ കൃഷി അടിസ്ഥാനമായിട്ടുള്ള കമ്പോളമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പോളത്തിനനുസരിച്ചുള്ള കൃഷി വരുമ്പോൾ അവലംബ കൃഷി രീതികൾ ആണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇനി കൃഷിയുടെ ഉത്ഭവം അതെങ്ങനെയാണെന്ന് നോക്കാം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCEയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടേമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCEയിൽ സിന്ധു നദി നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ ആദ്യം അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ 7000 BCEയിലാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ മെസപ്പൊട്ടേമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ആദ്യം കൃഷി ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 3000 BCEയിലാണ് നമ്മുടെ സിന്ധു നദീ തട നാഗരികതയോട് ചേർന്നിട്ട് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഇതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോഹൻജദാരോവും ഹാരപ്പയാണെന്ന് ഓർക്കുക. അവിടെ ഗോതമ്പ്, ബാർലി എന്നീ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് കൃഷി ആരംഭിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു വെച്ചതല്ലേ നമ്മുടെ അവലംബ കൃഷി രീതികൾ. ഈ അവലംബ കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത്. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ ഇതാണ് നമ്മുടെ ഉപജീവന കൃഷി. അതായത് നമുക്ക് ആവശ്യമുള്ള ഇത് മാത്രം ഉണ്ടാക്കും. അത് നമ്മളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട്
ലാഭം നേടുക എന്നുള്ളത് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യമല്ലെങ്കിൽ കൂടിയും കൂടുതലായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മിച്ചം വരുന്ന സംഭവം അവരെന്ത് ചെയ്യും, കമ്പോളത്തിലൊക്കെ കൊടുക്കുകയും അങ്ങനെ വിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുക. അതായത് കൃഷി ചെയ്യുന്നതോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയൊക്കെ സംയോജിച്ച് ചെയ്യുന്നത്. അപ്പോൾ കന്നുകാലികളിൽ നിന്നുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ച് ലഭിക്കും. അതുകൊണ്ട് തന്നെ താരതമ്യേന ചിലവ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് സമ്മിശ്ര കൃഷി? ഇനി അടുത്തത് തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങൾ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പരമ്പരാഗത രീതിയിൽ നമ്മുടെ നെല്ല്, മറ്റ് ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് വൻതോതിൽ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളകൊക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി കോളനി രാജ്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ദീർഘകാല വരുമാനം, താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവ്, ഇതൊക്കെയാണ്. ഇനി വാണിജ്യ കൃഷി. വാണിജ്യ കൃഷി എന്ന് പറയുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഉപജീവന കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് മെയിനായിട്ട് ലാഭമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതിയാണ് നമ്മൾ വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ചിലപ്പോൾ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാണിജ്യ കൃഷി ഉപയോഗിക്കും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയതൊക്കെ നമുക്ക് വാണിജ്യ വിള ആയിട്ട് പറയാം. ഇതിൻ്റെ മേന്മ എന്താണെന്ന് വെച്ചാൽ ഉയർന്ന മൂലധന നിക്ഷേപം ഉണ്ടെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാണിജ്യ വിള കൃഷി. അപ്പോൾ ഇതിൻ്റെ താരതമ്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഉപജീവന കൃഷിയാണെങ്കിൽ സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനം, ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. സമ്മിശ്ര കൃഷിയാണെങ്കിൽ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് ഉപയോഗിക്കുന്നു. ഉൽപ്പാദന ചെലവ് കുറവ്. തോട്ടവിള കൃഷിയാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് വൻതോതിലുള്ള ഉൽപ്പാദനം. വാണിജ്യ വിള കൃഷിയാണെങ്കിൽ ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രദാനം ചെയ്യാനുള്ള ആ ഒരു കൃഷിയാണ് വാണിജ്യ കൃഷി. ഇനി കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതാണ്. നമ്മുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളകൾ ഏതൊക്കെ, അതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിളകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതിന് ഭക്ഷ്യവിളകളെന്നും വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നാണ്യവിളകളെന്നും പറയും. ഭക്ഷ്യവിളകൾക്ക് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെല്ല്, ഗോതമ്പൊക്കെ. പിന്നെ പച്ചക്കറികളൊക്കെ വിളകൾ പറയാം. പിന്നെ നാണ്യവിളകൾ ആവുമ്പോൾ പരുത്തി, റബ്ബർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ നാണ്യവിളകളിൽ പറയാം. ഇനി ഇതിൽ വിളകൾ കൊടുത്തിട്ടുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന ഇവിടെയൊക്കെയാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. ഇനി പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ. നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ ഈ ഭാഗങ്ങളിലൊക്കെ നെല്ല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്കി സംസ്ഥാനങ്ങളിൽ ഇല്ലയെന്നല്ല, ഇത് കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തിയാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ.
പിന്നെ നെല്ലാണെങ്കിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഇനി നമ്മുടെ കാർഷിക വിളകൾ നമ്മുടെ ഇന്ത്യയുടെ സവിശേഷതയാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ ഫലഭൂയിഷ്ഠിതമായിട്ടുള്ള മണ്ണ്, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ, പിന്നെ ജലസേചന സൗകര്യം. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നാണ്യവിളകളെ പറ്റി. അപ്പം അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിന് കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് എക്സാമ്പിളായിട്ടാണ് റബ്ബർ, കരിമ്പ്, പിന്നെ പരുത്തി, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് പരുത്തി തുണി വ്യവസായത്തിന്, കരിമ്പ് പഞ്ചസാര വ്യവസായത്തിന്. അപ്പോൾ റബ്ബർ എന്താണ്, റബ്ബറുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പോളിമർ അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള വ്യവസായങ്ങളൊക്കെ നമുക്ക് അതിൽ പെടുത്താം. അങ്ങനെ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. ഇനി അടുത്തത് ധാതു സമ്പത്തിലൂടെ. ധാതുക്കളുടെയും ധാതു ഖനനം ചെയ്യുന്ന പ്രദേശങ്ങളുടെയും ചിത്രമാണ് മുകളിൽ. അപ്പോൾ ധാതുക്കൾ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയാം. ലോഹ അലോഹ സംയുക്തങ്ങളെ നമുക്ക് ധാതുക്കൾ എന്ന് പറയാം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, പിന്നെ ബോക്സൈറ്റ്, സിന്നബാർ എന്നിവയൊക്കെ ലോഹധാതുക്കളാണ്. എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അപ്പം ഇരുമ്പിൻ്റെയൊക്കെ, പിന്നെ കലാമിൻ എന്ന് പറയുമ്പോൾ സിങ്കിൻ്റെ, ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയത്തിൻ്റെ, സിന്നബാർ എന്നിവയൊക്കെ നമുക്ക് ലോഹധാതുക്കളിൽ പെടുത്താം. അപ്പോൾ ഇങ്ങനെ പലതും നമ്മുടെ ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയ അലോഹ വസ്തുക്കളും പിന്നെ കൽക്കരി, പെട്രോളിയം, ഇതും നമ്മൾ ധാതുക്കളിൽ പെടുത്താം. ഇപ്പോൾ ഈ കൽക്കരി, പെട്രോളിയം ഇതിനെയൊക്കെ നമുക്ക് ഇന്ധന ധാതുക്കളെന്ന് പറയാം. പിന്നെ ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. അപ്പം അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചാൽ ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായം എന്നും പറയും. പിന്നെ ഇത് കൂടാതെയുള്ള ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം ഒക്കെ. ഇപ്പം ഇവിടെ എന്താ പറയുക, ഹേമറ്റൈറ്റ് ഇതിൻ്റെയൊക്കെ ഉപയോഗം, ധാതുക്കൾ അതിൻ്റെ ഉപയോഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണം, പിന്നെ സിലിക്ക മണൽ, ഇത് നമ്മുടെ എന്താ പറയുക ഗ്ലാസ് നിർമ്മാണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. ബോക്സൈറ്റ് വിമാനം, അതുപോലെ വൈദ്യുത ഉപകരണങ്ങളുടെയൊക്കെ നിർമ്മാണത്തിനൊക്കെ. പിന്നെ വജ്രത്തിലെ ആഭരണ നിർമ്മാണം, പിന്നെ ഗ്ലാസ് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് വജ്രം ഉപയോഗിക്കും. പിന്നെ കൽക്കരി, തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം, പെട്രോളിയം വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇന്ധനമായിട്ട് പെട്രോളിയം ഉപയോഗിക്കും. ഇനി ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപ്പാദനം കുറയാൻ കാരണമായി. അപ്പോൾ ഇതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, അതായത് ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യം കാർഷിക രംഗം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്കൊരു പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയാക്കി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂരഹിതരായിട്ടുള്ള കർഷകർക്കും കുടിയന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായിട്ട് എന്തുണ്ടായി? കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായിട്ട് ഭൂപരിഷ്കരണ നിയമം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. ഇനി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. പിന്നെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിനാണ് കൂടുതലായിട്ട് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് ഇത് നമുക്ക് ഗോതമ്പ് വിപ്ലവം എന്നും കൂടി വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്താ? ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കൊല്ലമാണ് മരിച്ചത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമല്ല, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം 2023 മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റ് അറിഞ്ഞിരിക്കണം നല്ലതാണ്. അപ്പോൾ നമുക്കിത് വായിക്കാം. 1925 ഓഗസ്റ്റ് 7
തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തമിഴ്നാട്ടിലെ കുംഭകോണം, ഇത് PYQ ആണ്. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്തിലാണ് ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ബോർലോഗുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. അപ്പോൾ ഈ നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിലെ വെച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഈ നോർമൻ ബോർലോഗാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടാണ് അല്ലെങ്കിൽ സഹകരിച്ചിട്ടാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഈ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയത്. തൽഫലമായിട്ട് ഉൽപ്പാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, ഭാരത് രത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം മരിച്ച ഡേറ്റും കൊടുത്തിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിലാണ് അന്തരിച്ചത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് ഇതിൽ കൊടുത്താക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നേട്ടങ്ങൾ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഉൽപ്പാദന വർധനവ്, സ്വയം പര്യാപ്തത, വില കുറഞ്ഞു, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് കുറഞ്ഞു. ഇനി പരിമിതികൾ ചോദിച്ചാൽ ജലം അമിതമായിട്ട് ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠിതയെ ബാധിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ നോർമൻ ബോർലോഗിനെ പറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നാണ് നമ്മുടെ നോർമൻ ഏണസ്റ്റ് ബോർലോഗിനെ അറിയപ്പെടുന്നത്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നോർമൻ ഏണസ്റ്റ് ബോർലോഗ് അമേരിക്കയിലാണ് ജനിച്ചത്. 1914 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ ഇതിൽ പറയുന്നുണ്ട്. എന്താണ്? പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന് വിശ്വസിച്ചത് നോർമൻ ബോർലോഗാണ്. ഇനി ആ ചങ്ങാതി അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെയാണ് പോയതെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറിയൊരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്നൊരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ? അപ്പോൾ ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്, പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവൻ്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. അപ്പോൾ ചെപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ ആ ബുക്കിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീനിവാസ രാമാനുജൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനത് കൊടുത്താക്കുന്നത്? മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തരംതിരിക്കാൻ, അതെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയെ നമ്മൾ ദാരിദ്ര്യം എന്ന് പറയാം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്തമാക്കാനുള്ള ശേഷിയില്ലാത്തവരെ നമുക്ക് ദരിദ്രരെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ദരിദ്രരെ എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ, ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് നമ്മുടെ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അതിനൊക്കെ കുറച്ച് അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ കണക്കാക്കിയ ഈ നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസര സമത്വം, വിലകയറ്റം, വർദ്ധിച്ച ജനസംഖ്യ, കടബാധ്യത, തൊഴിലില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഇത് കണക്കാക്കാൻ കുറച്ച് സൂചികകളുണ്ട്.
ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. അപ്പോൾ ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് നമ്മുടെ MPI അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് OPHI, പിന്നെ UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP, ഇവരൊക്കെ സംയുക്തമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സൂചികയാണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലെ 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക കണക്കാക്കുന്നത്. അപ്പോൾ 3 തലങ്ങളും 12 സൂചകങ്ങളും. അപ്പോൾ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. അപ്പോൾ അതിൻ്റെ സൂചകങ്ങളോ 12 സൂചകങ്ങളാണെന്ന് പറയും. അപ്പോൾ ആരോഗ്യത്തിൽ ഏതൊക്കെയാണ്? പോഷകാഹാരം, കുട്ടികളുടെ കൗമാരക്കാരുടെ മരണനിരക്ക്, മാതൃആരോഗ്യം. വിദ്യാഭ്യാസമാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ. ജീവിത നിലവാരമാണെങ്കിൽ പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൂചികകൾ. പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ, പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ. ഇനി ഇതിലൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 2015, 16, 2019, 21. അപ്പോൾ ദാരിദ്ര്യനിലയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ആ ലൈറ്റ് ലാവൻഡർ കളറിലുള്ളത് 2015, 16, പിന്നെ 2019, 21 ഇതിൽ ഡാർക്കായിട്ട് കൊടുത്താൽ ഡാർക്ക് ബ്ലൂ ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കണ്ട മറ്റേ ഡാർക്ക് ബ്ലൂവിനേക്കാൾ ഇത്തിരി കൂടെ ലെങ്ത്ത് കൂടുതലല്ലേ ലാവൻഡർ കളറ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം? ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നോക്കിയേ 0.70% ആയിരുന്നു 2015. അത് പിന്നീട് 0.55% അപ്പോൾ അത്രയും കുറവായിരുന്നു. പിന്നെ ഗോവയിൽ കുറവാണ്, ലക്ഷദ്വീപ്, പുതുച്ചേരിയിലൊക്കെ കുറവാണ്. ഇനി നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, കുറച്ച് പദ്ധതികളൊക്കെ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതികളാണ് ആദ്യം. അപ്പോൾ ആദ്യത്തെ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള കുടുംബങ്ങൾക്ക് തൊഴിൽ അവസരങ്ങൾ, വരുമാനം ലഭിക്കുന്നതാണ്. അതേപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിലും പഠിച്ചതാണ്. ഇനി ജീവനം പദ്ധതി, സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിടയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിടയായിട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. ഞയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പം നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാനായിട്ട് സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായിട്ടുള്ള അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരം ഉള്ളതുകൊണ്ട് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇനി ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, പൊതുവിതരണ സംവിധാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കി തന്നെ, 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. ഇനി പ്രധാനമന്ത്രി പോഷൻ നിർമ്മാൺ, ശക്തി നിർമ്മാൺ, ഇതൊന്നും കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുണ്ടായില്ല. അപ്പം നമുക്കത് അപ്ഡേറ്റഡ് ആക്കാം. അപ്പോൾ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ, PM പോഷൻ, 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. ഇതും ഉണ്ടായിരുന്നു. ചില സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതി, കേരളത്തെ ഭക്ഷ്യപര്യാപ്തരാക്കിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം നിറവേറ്റാനുള്ള പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് എക്സാമ്പിളാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി,
പിന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇതൊക്കെ നിരാലംബരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്. ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പിന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അത് നമ്മുടെ അംഗപരിമിതർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. ഇത് കൂടാതെ സ്നേഹസ്വാന്തനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകിരണം, സ്നേഹപൂർവ്വം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവയൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ചില പദ്ധതികളാണ്. ഇതിൽ എക്സ്പ്ലെയിൻഡ് അല്ല, നമുക്ക് പദ്ധതികളാണെന്നും പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ക്ലാസ് നമുക്ക് നോക്കാം. ഇതെല്ലാം PSCക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളാണ്. ഇനി അടുത്തത് കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹിക ജീവിതത്തിൽ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവിടങ്ങളിലൊക്കെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനൊക്കെ സഹായമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഭക്ഷ്യസുരക്ഷ. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സമൂഹത്തിൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായിട്ടുള്ള ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പ് വരുത്തുകയും ചെയ്യുക എന്നാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം, വരുമാനക്കുറവ്, ലഭ്യതക്കുറവ്, വ്യവസായവൽക്കരണം, വില വർധനവ്, വിതരണത്തിലുള്ള അസന്തുലിതാവസ്ഥ, ഇതൊക്കെ. അപ്പോൾ ഇതും കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാണ് 7ാം ക്ലാസ്സിൽ. അപ്പോൾ അതിൽ വിതരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്ഥാപനങ്ങളാണ്? അപ്പോൾ സിവിൽ സപ്ലൈസ്, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, നീതി സൂപ്പർ മാർക്കറ്റ്, പിന്നെ ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. ഇനി അടുത്തത് വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ആരോഗ്യപൂർണ്ണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുക. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന് ഫലപ്രദമായ ഇടപെടൽ മൂലമാണ് നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷ പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ മുമ്പ് പഠിച്ചിട്ടുള്ള ചാപ്റ്ററിൽ തന്നെ ഏകദേശം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ചില പദ്ധതികൾ മാത്രം ഇത്തിരി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ സംഭവം നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, ഇത് ഇത്തിരി അപ്ഡേറ്റഡ് ആണ്, അത് നോക്കണം. പിന്നെ നമ്മുടെ MS സ്വാമിനാഥനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ വിവിധ തരത്തിലുള്ള കൃഷികൾ, ഇതും അപ്ഡേറ്റഡ് ആണ്. ബാക്കിയൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വായിച്ച് നോക്കുക. താങ്ക് യു.